തിരുവനന്തപുരം പാളയം സെന്റ് ജോർജ് ഓർത്തഡോക്സ് സിറിയൻ കത്തീഡ്രൽ ഇടവകയിലെ കൈക്കാരന്റെ നേതൃത്വത്തിൽ ഇടവക പൊതുയോഗ തീരുമാനമില്ലാതെ പരിശുദ്ധ ബാബ തിരുമേനിക്കെതിരെ 17 കേസുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ 17ാമത്തെ കേസ് 1875 അന്നത്തെ മലങ്കര മെത്രാപ്പോലിത്തയായിരുന്ന പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിന്യാസോസ് തിരുമേനി പരിശുദ്ധ ഇഗ്നാത്യോസ് പാത്രിയാർക്കീസിന്റെ നിർബന്ധപ്രകാരം അദ്ദേഹത്തിന്റെ പേരിൽ വാങ്ങിയ ബാബ പറമ്പിന്റെ ഇപ്പോഴത്തെ അവകാശിയായ മലങ്കര മെത്രാപ്പോലിത്തയും കാതോലിക്കായുമായ മോറാൻമാർ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ തിരുമേനിയുടെ പേർക്ക് എന്നാക്കി മാറ്റിയ തിരുവനന്തപുരം ജില്ലാ കളക്ടറുടെ നടപടി റദ്ദ് ചെയ്ത് പഴയ പേരിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ കൊടുത്ത കേസാണ്. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം RTOയ്ക്ക് മേൽ ഡൽഹിയിൽ നിന്ന് വരെ സമ്മർദ്ദം ചെലുത്തി RTO കൊണ്ട് തിരുത്തു വാങ്ങിയ ഉത്തരവ് എത്രയും പെട്ടെന്ന് നടപ്പാക്കണമെന്ന് കാണിച്ചുകൊണ്ടുള്ള കേസാണ്. മോൻ ചത്താലും വേണ്ടില്ല, മരുമക്കളുടെ കണ്ണീര് കാണണമെന്നുള്ളതാണ് നമ്മുടെ കൈക്കാരന്റെയും കൂട്ടരുടെയും മനസ്സിലിരിപ്പ്. അതുകൊണ്ടും തീർന്നില്ല. ഇപ്പോൾ സിനഡ് നടക്കുന്നതിനാൽ ബാബയെയും മറ്റു മെത്രാപ്പോലിത്തമാരെയും പ്രതിഷേധം അറിയിക്കുന്നതിനായി ദേവലോകത്ത് പോയി ധർണയിരിക്കുന്നത് ഇന്ന് വെളുപ്പിന് 4 മണിക്ക് 49 പേർക്കിരിക്കാവുന്ന ഒരു ബസ് പിടിച്ച് 15 പേരുമായി ദേവലോകത്തെത്തി. ഡാഷ് കളഞ്ഞ അണ്ണാനെ പോലെ തെക്ക് വടക്ക് നടന്നു. ഒടുവിൽ കൊണ്ടുപോയ ആളിന്റെ ദുരുദ്ദേശം മനസ്സിലാക്കി കൂടുതൽ പേരും പിന്മാറി. ആ ഉദ്ദേശം എന്താണെന്ന് കൂടെ പോയവർക്കറിയില്ല. കേസ് നടത്താൻ പൈസ വേണമല്ലോ. ആരും മൈൻഡ് ചെയ്യാഞ്ഞ് തലയിൽ മുണ്ടുമിട്ട് കണ്ടം വഴിയോടി രക്ഷപ്പെട്ടു.